ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി ക്രൂശിൽ യാഗമായി ഏകുവാൻ പ്രസാദിച്ച പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മേൽ അനവധിയായി ചൊരിയട്ടെ. ആ സ്നേഹത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ദൈവമിടയാക്കി തീർക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിശ്വാസം നിർജീവമല്ല, വിശ്വസിക്കുന്നതിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളുടെ ഒരു സമ്പത്ത്. വിശ്വാസം വെറും നിർജീവമല്ല, വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കാൻ സാധിക്കുന്നു. അങ്ങനെ അനുഭവേദ്യമല്ലാത്ത വിശ്വാസമല്ല, അത് അറിവെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ യഥാർത്ഥമായി വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അനുരണനം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ അത് അതിൻ്റെതായ ഫലങ്ങൾ ഉളവാക്കിക്കൊണ്ടേയിരിക്കും. അത് നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. അങ്ങനെ അനുഭവിക്കുന്ന ദൈവത്തെ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് എതിർത്ത് നിൽക്കാൻ സാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ദൈവനിഷേധികൾക്ക് ഒരിക്കലും എതിർത്ത് നിൽക്കാൻ സാധിക്കുകയില്ല. അവൻ്റെ അറിവോ ബുദ്ധിയോ ഒന്നും ഈ അനുഭവത്തിന് മുമ്പിൽ തോറ്റുപോകും. കാരണം അവൻ അനുഭവിച്ചറിയുകയാണ് ദൈവത്തെ. ഇന്ന് 32-ാം സങ്കീർത്തനത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ വിധ അനുഭവം ദാവീദിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു സങ്കീർത്തനമാണിത്. ഏറ്റവും മനോഹരമായ ഒരു സങ്കീർത്തനം ഇവിടെ കാണാനായിട്ട് പറ്റും. 32, 51, 143, പിന്നെ 130, 143 സങ്കീർത്തനങ്ങളാണ്. കാരണം ഇതെല്ലാം ഈ പാപക്ഷമയുടെ അനുതാപത്തിൻ്റെ സങ്കീർത്തനങ്ങളാണ്. 32, 51 ഒക്കെ എല്ലാ സങ്കീർത്തനങ്ങളും ഇമ്പോർട്ടൻ്റാണ്. 1-ാം സങ്കീർത്തനം ഒരു പൂർണ്ണമായൊരു വൃക്ഷത്തെ കാണിക്കുക, ഒരു വളർന്നു നിൽക്കുന്ന ആറ്റിരിക്കത്തും നട്ടിരിക്കും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു. 32-ാം സങ്കീർത്തനം അതിൻ്റെ വളർച്ചയിലേക്കുള്ള പടവുകളിലാണെന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഹെഡിങ്ങിലൊക്കെ പല ബൈബിളിക്ക് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നതൊക്കെ ദ ജോയ് ഓഫ് ഫോർഗീവ്നെസ്, കൺഫെഷൻ ആൻഡ് ബ്ലെസ്സിങ്, അങ്ങനെ അനുഗ്രഹത്തിൻ്റെ ക്യാപ്ഷൻസാണ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. നമുക്കതായാലും ഇത് ഈ 32-ാമത്തെ സങ്കീർത്തനം വളരെ ചിന്തയോടെ ധ്യാനത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ചിന്തിക്കാം. 11 വാക്യങ്ങളാണുള്ളത്. ഓരോന്നിനും ഓരോ വാക്കുകൾ അതിനോട് ചേർത്ത് പറയാൻ ശ്രമിക്കുക. അപ്പോൾ ഓർത്തിരിക്കാനായിട്ട് എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. ഓർത്തിരിക്കുന്നതിനേക്കാൾ ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള ഏറ്റവും മനോഹരമായൊരു സങ്കീർത്തനമാണ്. തുടങ്ങുന്നത് തന്നെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എ ബ്ലസ്സഡ് മാൻ, അല്ലെങ്കിൽ ഒന്നാമത്തെ പറഞ്ഞ ബ്ലെസ്സിങ്. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും ഭാഗ്യവാൻ, ഭാഗ്യാവസ്ഥയെക്കുറിച്ച് അവിടെ പറയുന്നത്. എല്ലാവരും ഭാഗ്യങ്ങളുടെ പിന്നാലെ പോകുന്നതല്ലേ, കൂപ്പൺസ് എല്ലാ ഭാഗ്യങ്ങളുടെ പിന്നാലെ. അല്ല, യഥാർത്ഥ ഭാഗ്യം എന്താണ്? പാപക്ഷമ കിട്ടുക എന്നുള്ളതാണ്. ഓരോ മനുഷ്യനെയും ഇന്ന് ഇങ്ങനെ വേട്ടയാടുന്നത് അവൻ്റെ പാപങ്ങളാണ്. ഓരോ ജീവിതങ്ങൾ നമുക്ക് അതിനെ കീഴടക്കാൻ മദ്യം അങ്ങനെ പലതിൻ്റെയും പിന്നാലെ പോകുന്നു, പക്ഷെ സാധിക്കുന്നില്ല. മനസ്സാക്ഷിയെ നിർജീവമാക്കാനായിട്ട് മനസാക്ഷിക്കുത്ത് മാറ്റിയെടുക്കാൻ പലതിൻ്റെയും പിന്നാലെ പോകുന്നവരുണ്ട്. എന്നാൽ അതിനൊന്നും സാധ്യമാകുന്നില്ല, അതൊന്നും സാധ്യമായി തീരുന്നില്ല എന്നുള്ളതാണ്. അമേരിക്കൻ ആ സമയത്ത് ഒരു ലേഡി ഒരു പ്രയർ മീറ്റിങ്ങിൽ എഴുന്നേറ്റ് ഈ ദൈവത്തെ അനുഭവിച്ചിട്ട് പറഞ്ഞു, അവരുടെ ബാഗ് തുറന്ന് ഈ മദ്യത്തിൻ്റെ കുപ്പി, അവരെല്ലാം ഇങ്ങനെ ഈ ചെറിയ ചെറിയ മദ്യക്കുപ്പികൾ കൊണ്ട് നടക്കുന്നവരാണ് കുടിക്കുവാൻ വേണ്ടി. ഗോൾഡൻ സിഗരറ്റ് കേസ്, അത് സ്വർണം കൊണ്ട് ചെയ്തതാണ്, ഗോൾഡ്. അതിനകത്ത് സിഗരറ്റ് നിക്ഷേപിച്ച് വെക്കും. ഇതെല്ലാം എടുത്തത് അവർ ദൂരെ എറിഞ്ഞെന്നാണ് പറയുന്നത്. ഇതൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ അന്വേഷിച്ചത് എൻ്റെ ദൈവം എനിക്ക് തന്നു, എന്നെ ദൈവം സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് അത് ബ്ലെസ്സഡ്നെസ്, അതാണ് അനുഗ്രഹം, ബ്ലെസ്സിങ്. പിന്നെ അവിടെ പറയുകയാണ് ഫോർഗീവ്നെസ്. ദൈവം നമ്മളോട് ക്ഷമിക്കുന്നു പോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുമെന്ന് നമുക്കത് അനുഗ്രഹമാണ്. മറ്റുള്ളവരോട് കയ്പില്ലാതിരിക്കുക എന്നുള്ളത് ഒരു അനുഗ്രഹമാണത്. ആരോടും കയ്പില്ലാതിരിക്കുക. ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ അതും നമ്മുടെ അസ്ഥികൾക്ക് ബലമാണ്, നമുക്ക് അനുഗ്രഹമാണ്, നമുക്ക് സമാധാനമാണ്, നമുക്ക് സാന്ത്വനമാണ്. അതുകൊണ്ട് അതാണ് തിരുവചനം പറയുന്നത്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും സമാധാനം. അപ്പോൾ നമുക്ക് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്ന് ബ്ലെസ്സിങ് ആണ്, 2 ഫോർഗീവ്നെസ് ആണ്. പിന്നെ 3-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ പൂർവ്വകാര്യങ്ങളിലേക്ക് നോക്കിയിട്ട്
എന്നാൽ എനിക്ക് പ്രയാസമായിരുന്നൊരു കാലമുണ്ട്. എന്താണ്? ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ബാക്ക് സ്ലൈഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്മാറ്റത്തിന്റെ കാലഘട്ടത്തിൽ താൻ അനുഭവിച്ച ക്ലേശങ്ങൾ, ആ ഞരക്കത്താൽ ദുഃഖത്താൽ ഭാരമായി പോയത്, മജ്ജ വേനൽക്കാലത്ത് ഉഷ്ണത്താൽ എന്ന് വറ്റിപ്പോയത്. അപ്പോൾ അത് പക്ഷേ അപ്പോൾ പാപലംഘനം മറച്ചു വെച്ചപ്പോൾ, ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങളെല്ലാം മറച്ചു വെച്ചപ്പോൾ അത് ഭാരമായി മാറിയെന്ന് പറയുന്നത്. അത് ഭയങ്കര ദുർവഹമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവസന്നിധിയിലേക്ക് വന്നിട്ട് എന്ത് പറയാം? 5-ാമത്തെ വാക്ക് പറയാ, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. ഞാൻ എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. പക്ഷെ ദാവീദിന് ഒരു പാപബോധം കിട്ടുകയാണ്. തെറ്റുകളെ മറച്ചു വെക്കുന്നില്ല. ലംഘനം മറച്ചു വെക്കുന്നതിന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞു നിരീക്ഷിക്കുന്നതിന് കരുണ ലഭിക്കുമെന്ന് തിരുവചനം പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് തെറ്റുപറ്റിയാലും മറച്ചു വെക്കാതെ ഹൈഡ് ചെയ്യാതെ അപ്പോഴേ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെയ്യുന്നത്. കർത്താവേ, എന്നെ തെറ്റുപറ്റിപ്പോയല്ലോ എന്ന് പറയുമ്പോൾ ദൈവം ക്ഷമിക്കുന്നത്, കരുണ കാണിക്കുകയാണ് ദൈവം. ശത്രുവിന് അപ്പോൾ നമ്മുടെ മേൽ പ്രവർത്തിക്കാൻ ഇഷ്ടമില്ല. എപ്പോഴും വെളിച്ചത്തിലേക്ക് വന്നാൽ അന്ധകാരത്തിൽ നമ്മുടെ മേൽ പ്രവർത്തിക്കാൻ പറ്റുകയില്ലല്ലോ. ഇവിടെ അതാണ് പറയുന്നത്. ഇവിടെ തുടർന്ന് പറയുക, എൻ്റെ ലംഘനങ്ങൾ യഹോവയോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിന് പറഞ്ഞേ ഉള്ളൂ, അപ്പോഴേ പാപത്തിന്റെ. അതാണ് മുടിയൻ പുത്രൻ, ഞാൻ എൻ്റെ അപ്പൻ്റെ പിതാവിന്റെ സന്നിധിയിൽ ചെന്ന്, അപ്പോൾ ആ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു പോയി, ഇനി നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് ഏറ്റു പറയും എന്ന് പറഞ്ഞു വന്നു. പക്ഷെ കൂലിക്കാരനെല്ലാം ഏറ്റു പറയിപ്പിക്കുന്നതിന് മുമ്പേ അപ്പൻ അവനെ ചുംബിച്ച് കെട്ടിപ്പിടിച്ച് അങ്കി മാറ്റി പുതിയ അങ്കി ധരിപ്പിച്ച് കാലിന് ചെരുപ്പ് ഇടിക്കുകയാണ്. മകനല്ല എന്ന് പറയാൻ വന്ന ഉടനെ അല്ല, നീ എൻ്റെ മകൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്ലേഷിക്കുകയാണ്. ആ ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ കൺഫസിങ് ആണ് നമ്മളവിടെ കാണുന്നത്. ഏറ്റുപറയിച്ചൽ, കൺഫെഷൻ, ഏറ്റുപറയുക ദൈവസന്നിധിയിലേക്ക് നമ്മുടെ തെറ്റുകളെല്ലാം. അത് മനുഷ്യരുടെ മുമ്പിലല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ. മനുഷ്യരോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയില്ല എന്നത് നമ്മൾ ക്ഷമിക്കണം. അയ്യോ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, അതിനോട് ക്ഷമിക്കണം. അതൊരു ഭയങ്കര ഇതാണ്. അതൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇതാണ്. ഏതെങ്കിലും തെറ്റ് ആരോടെങ്കിലും എന്തെങ്കിലും നമുക്ക് അറിയാതെ എന്ന് തോന്നുന്നു നമ്മൾ ക്ഷമിക്കാൻ. ചുമ്മാ പറയുന്ന സോറി അല്ല, മനഃപൂർവ്വമായി ഹൃദയ, അയ്യോ എന്നോട് വന്ന് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ അതിൽ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, ഇങ്ങനെ വിചാരിച്ചു, അങ്ങനെ നമുക്ക് ക്ഷമ ചോദിക്കാതെ നല്ലൊരു ഇതാണ്. മുമ്പോട്ട് നമുക്ക് പോകാം. അവിടെ ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് എന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. പ്രേയിങ്, പ്രാർത്ഥനയാണ് ഇത്. ഓരോ ഭക്തനും നിന്നെ കണ്ടെത്താകുന്ന കാലത്ത് എന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് എൻ്റെ അടുക്കലോളം എത്തുകയില്ല. ഒരു നാവികൻ, അതായത് ദൈവ സ്നേഹമൊക്കെ തിരിച്ചറിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞെന്ന് പറയുന്നത്, എനിക്കൊന്നിനെയും ഭയമില്ല. സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് കപ്പൽ പോയാലും എനിക്ക് മനസ്സിലായി തൻ്റെ ഉള്ളം കൈയിലാണ് ദൈവം സമുദ്രത്തെ വഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൈകളിലാണെന്ന് എനിക്കറിയാമെന്ന്. അതാണ് ആ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം പ്രാവർത്തികമാണ്, അത് അനുഭവവേദ്യമാണ്. ഇനി അവിടെ പറയണ 7-ാമത്തെ വാക്ക്, നീ എനിക്ക് മറുപടമാകുന്നു, എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. 7-ാമത്തെ വാക്ക് ഹൈഡിങ് ആണ്. ദൈവം എന്നെ മറയ്ക്കും. കവേർഡ്, ദൈവം എനിക്ക് മറവിടമാണ്, ഹൈഡിങ് പ്ലേസ് ആണ്. നീ എനിക്ക് മറുപടം. 8-ാമത്തെ വാക്ക്, 7-ന്റെ 2-ാമത്തെ പാർട്ട്, രക്ഷയുടെ ഉല്ലാസഘോഷം, ടൈഡിങ് ഓഫ് ജോയ്. രക്ഷയുടെ അത് ഭയങ്കര ഒരു സന്തോഷമാണ്, ദൈവം തരുന്ന സന്തോഷം. അതൊന്നിനും തരാൻ പറ്റത്തില്ല. മദ്യത്തിനോ മയക്കുമരുന്നിനോ പണത്തിനോ വസ്തുക്കൾക്കോ സദ്യകൾക്കോ ഒന്നിനും തരാൻ സാധിക്കില്ല. ദൈവം തരുന്ന സന്തോഷം, രക്ഷയുടെ ഉല്ലാസഘോഷം നിന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഗൈഡിങ്, 8-ാമത്തെ ഗൈഡിങ് ആണ്. ഞാൻ നിന്നെ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. കൗൺസിലിംഗ് ആണ്. ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തരിക. ഇനി 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർക്കെഴുതിയും പോലെ ആകരുത്. അത് വഴങ്ങാത്ത മൃഗങ്ങളാണ്. ബുദ്ധിയില്ലാത്ത കുതിര, കോവർക്കെഴുത. അതിന് മുഖപ്പെട്ട കെട്ടണം, കണ്ണുകൾക്കിടെ പട്ടമൊക്കെ കെട്ടി കടിഞ്ഞാണ് കൊണ്ട് നീക്കണം. അതുപോലെ ആകരുത്. നമ്മൾ വോളണ്ടറി ആയിട്ട് ദൈവത്തിന് സമർപ്പിക്കപ്പെടണം. അത് ചെയ്ത് നമ്മളെ അങ്ങനെ അങ്ങനെയല്ല. നമ്മൾ വോളണ്ടറി ആയിട്ട് ഈൽഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഈൽഡിങ് എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. ഈൽഡിങ്, നമ്മളെ തന്നെ വിധേയപ്പെടുത്തുക ദൈവത്തിന്. അല്ലെങ്കിൽ അവ നിനക്ക് ഇങ്ങനെ കടിഞ്ഞാണ് മുഖപ്പെട്ട് ഇങ്ങോട്ട് അടക്കി വന്നില്ല, അവ നിനക്ക് സ്വാധീനമാകിയില്ല. ഇവിടെ പറയുന്ന ഒരു കാര്യം എടുത്ത് പറയാണ്, ബുദ്ധിയില്ലാത്ത കുതിര. പക്ഷെ കുതിര ലോകത്തിൽ കഴുതയാ ബുദ്ധിയില്ലാത്തെന്ന് പറയുന്നത്. പക്ഷെ തിരുവചനം പറയുന്നത് ബുദ്ധിയില്ലാത്ത കുതിരയാണെന്നാ. കുതിരയും കോർക്കെഴുതിയാണ് ബുദ്ധിയില്ലാത്തതെന്ന്. കഴുതയും ബുദ്ധിയില്ലാത്തതെന്ന് പറയുന്നില്ല. കഴുത വരെ സംസാരിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കഴുത മുഴുവൻ കർത്താവ് വാഹനമേറിയതായിട്ട് കാണുന്നുണ്ട്.
പക്ഷെ റോയൽ ദ മജസ്റ്റിക് സിംബൽ എന്ന് പറയുന്നത് ഹോഴ്സാണ്. പക്ഷെ ആ കുതിരപ്പുറത്ത് യേശു വീണ്ടും വരുമ്പോൾ, രണ്ടാമത് വരുമ്പോൾ കുതിരപ്പുറത്ത് വരുന്നുണ്ട് ശത്രുവിനെ ജയിക്കാൻ വരുമ്പോൾ. ബാറ്റിൽ, ദ സിമ്പിൾ ഓഫ് ബാറ്റിൽ, യുദ്ധത്തിൻ്റെയൊക്കെ ചിഹ്നമാണ്. അത് ശക്തിയുടെയൊക്കെ ബലത്തിൻ്റെയൊക്കെ ചിഹ്നമായിട്ടാണ്. പക്ഷെ കഴുത എപ്പോഴും ദൈവഹിതം ചെയ്യുന്നതിൻ്റെയും എളിമയുടെയും ബുദ്ധിയുടെയും ഒക്കെ പ്രതീകമായിട്ട് നമുക്കിവിടെ നിലകൊള്ളുന്നത് കാണാം. 10ാമത്തെ വാക്യം, ദുഷ്ടന് വളരെ വേദനകളുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നതിന് ദയ ചുറ്റിക്കണം. റാപ്ഡ്. ദുഷ്ടന് വളരെ വേദനകളുണ്ട്, പക്ഷെ എല്ലാവർക്കും വേദനയുണ്ട്. പക്ഷേ യഹോവയിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ ദയ ചുറ്റിക്കൊള്ളൂ. അത് എൻ്റെ പ്രത്യേകത. ഒരു സംരക്ഷണ വലയം. ഏതൊരു കാര്യത്തിലും നമ്മൾ അനാഥരല്ല എന്നുള്ളൊരു ബോധ്യം. നമ്മൾ ഒറ്റയ്ക്കല്ല, എപ്പോഴും നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്ന്. ഈ ഇടയ്ക്ക് കാലം ചെയ്ത് ജോഷുവ എന്ന് പറഞ്ഞ വളരെ അനുഗ്രഹീതനായ ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ വളരെ പഴകിയതായിരുന്നു. അപ്പോൾ ആരോ ചോദിച്ചു, ഇത്രയൊക്കെ പൈസ കിട്ടിയിട്ടൊരു ബൈബിൾ മാറ്റാൻ പറ്റത്തില്ല എന്ന്. അദ്ദേഹം പറഞ്ഞപ്പോൾ ഈ ബൈബിളിന് ഒരു കഥ പറയാനുണ്ടെന്ന്. അദ്ദേഹത്തിന് നാവിൽ ക്യാൻസർ വന്നിട്ട് ഈ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് വേണ്ടി 7 ദിവസം ആ 7 സൂചികൾ, റേഡിയം സൂചികൾ നാവിൽ കുത്തി വെച്ചിട്ട് അത് ബൈൻഡ് ചെയ്ത് അത് പുറത്തേക്കിട്ട് ഇവിടെ ഒറ്റിച്ച് വെച്ചിട്ട് അകത്തേക്ക് ഇടാൻ പറഞ്ഞു. അകത്തേക്കിട്ട് അപ്പോൾ 7 സൂചികൾ കുത്തി വെച്ചിരിക്കുക നാവിൽ. എന്നിട്ട് റൂം പുറത്തുനിന്ന് കൂട്ടി 7 ദിവസം അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ അടച്ചിട്ടപ്പോൾ അച്ഛൻ പറയുകയാണ്, ഈ ബൈബിളായിരുന്നു എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. ഇത് ഞാൻ തുറക്കും, ധ്യാനിക്കും, വായിക്കും, ഇതിനോട് സംസാരിക്കും. അതുകൊണ്ട് എനിക്ക് മറക്കാൻ പറ്റുകയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും അത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, റാപ്പ് ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം. നമ്മുടെ എപ്പോഴും ദൈവ സാന്നിധ്യം, നമ്മൾ മറ്റുള്ളവരെല്ലാം മാറിപ്പോയാലും മാറാത്ത സ്നേഹം. എപ്പോഴും ദൈവം നമ്മൾ അനാഥരല്ല, ലോൺലിനെസ് ഇല്ല ക്രിസ്ത്യൻ ലൈഫിൽ. കാരണം നമ്മൾ എപ്പോഴും ദൈവ സാന്നിധ്യമാണല്ലോ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. യഹോവയിൽ ആശ്രയിത നീതിമാനെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പിൻ, ഹൃദയപരമാർത്ഥികൾ എല്ലാവരും ഉള്ള ഒരു ഘോഷിച്ചുല്ലസിപ്പിൻ. റിജോയ്സിങ് എന്നുള്ള വാക്കാണ് അവിടെ പറയുന്നത്. നമ്മൾ ചിന്തിക്കുക, എന്താണ് ഈ പാപക്ഷമ കിട്ടിയതിൻ്റെ അനുഭവം? ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു വ്യക്തിയോട് ചോദിച്ചു, അതായത് നാളുകളായിട്ട് ബ്രിട്ടനിൽ താമസിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഫ്രഞ്ചുകാരനാണ്, പക്ഷെ അദ്ദേഹം ബ്രിട്ടീഷ് പൗരത്വത്തിന് വേണ്ടി ശ്രമിച്ചു, അദ്ദേഹത്തിന് ബ്രിട്ടീഷ് പൗരത്വം കിട്ടി. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, നിനക്ക് ബ്രിട്ടീഷ് പൗരത്വം കിട്ടിയതിൻ്റെ തെളിവായിട്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, നീ ഇപ്പോൾ ബ്രിട്ടീഷ് പൗരനായി, ഇപ്പോൾ എന്താ നിനക്ക് വ്യത്യസ്തത? അപ്പം അദ്ദേഹം പറയുന്നേ, ആദ്യം വാട്ടർലൂ എനിക്ക് പരാജയമായിരുന്നു, ഇപ്പോൾ വാട്ടർലൂ എനിക്ക് ജയമാണെന്ന്. ഹിസ്റ്റോറിക്കലായിട്ട് നമുക്കറിയാം, വാട്ടർലൂ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് സൈന്യം നെപ്പോളിയനെ ഈ ബ്രിട്ടനും കമ്പൈൻഡ് പേർഷ്യൻ സൈന്യവും കൂടി ചേർത്ത് നെപ്പോളിയനെ പരാജയപ്പെടുത്തിയതാണ് വാട്ടർലൂ എന്ന് പറയുന്നത്. അവിടെ വെച്ച് നെപ്പോളിയനിക് ഇറ തീരുകയാണ് അവിടെ. കാരണം നെപ്പോളിയൻ എല്ലാം അധിനിവേശം ചെയ്യാൻ വന്നതാണ്, ബ്രിട്ടീഷിനെയൊക്കെ പിടിച്ചടക്കാൻ വേണ്ടി വന്നതാണ്. അത് ഈ വാട്ടർലൂവിൽ വെച്ച് ഫ്രഞ്ച് നെപ്പോളിയൻ പരാജയപ്പെട്ടു. അവിടെ നിന്നാണ് സെൻറ്റ് ഹെലീന ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുന്നത്. അപ്പോൾ ഈ വ്യക്തി പറയുക, ഇപ്പോൾ എനിക്ക് വാട്ടർലൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രഞ്ചുകാരനായിരുന്നപ്പോൾ വാട്ടർലൂ എനിക്ക് പരാജയമായിരുന്നു, പക്ഷെ ഞാൻ ബ്രിട്ടീഷുകാരനായപ്പോൾ വാട്ടർലൂ എനിക്ക് ജയമായി. കാരണം വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടീഷ് ജയിച്ചത്. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും, ജയത്തിൻ്റെ ഒരു അനുഭവം. നമുക്ക് ദൈവത്തിന് നമ്മളെ തന്നെ അർപ്പണം ചെയ്യാം. ഈ മനോഹരമായ ഒരു അനുഭവം, പാപക്ഷമ കിട്ടിയതിൻ്റെ ഈ ബ്ലെസ്സഡ്നെസ്, ഈ അനുഗ്രഹീതമായ ബ്ലെസ്സിങ്സ് ഒക്കെ നമുക്ക് അനുഭവിക്കാം. പാപക്ഷമയുടെ സന്തോഷം. എവിടെയെങ്കിലുമൊക്കെ പറ്റിയാൽ അതെല്ലാം നമ്മൾ വെളിച്ചത്തെങ്കിലേക്ക് വരുമ്പോൾ ഈ പാപം ചെയ്യാൻ വരുന്ന ദുഷ്ടാത്മാക്കളൊക്കെ അകന്നു പോകും. ക്ഷുദ്രജീവികളൊക്കെ വെളിച്ചം കാണുമ്പോൾ ഓടി ഒളിക്കുന്ന പോലെ ഇതെല്ലാം അകന്നു പോകും വെളിച്ചത്തെങ്കിലേക്ക് വരുമ്പോൾ. നമുക്ക് ദൈവത്തോടെ കാര്യമുള്ളത്, ശാശനോടൊന്നും പോയി നമ്മളൊന്നും ചെയ്യരുത്. ദൈവത്തോടെ കാര്യമുള്ളത്. ഉയർച്ചകൾ വന്നാലും നന്ദി, സ്തോത്രം. വീഴ്ചകൾ വന്നാലും അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് എപ്പോഴും ദൈവത്തോടു കൂടെ ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗപിതാവേ, മനോഹരമായ ഒരു ദിവസം കൂടെ നിങ്ങൾക്ക് തന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ കൃത്യം കണക്കിടാതെ ആത്മാവ് കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന അവസ്ഥയിൽ കാപട്യമില്ലാത്ത ഒരു ക്ലിയർ ഒരു റൈറ്റിയസ്നെസ് ആയ ഒരു ജീവിതം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണമേ. എല്ലാം നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കിയടിനെ മോചിപ്പിക്കണമേ. എന്നാൽ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും.
എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും ദൈവമേ നിനക്ക് പ്രസാദകരമായിരിക്കണമേ എന്ന് ദാവീദിനോട് ചേർത്ത് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവരുടെ സ്നേഹത്തിനായി സ്തുതി. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, മൂടിക്കൊള്ളണമേ. തിരുവിഷ്ടത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. തിരുനാമം ഞങ്ങൾക്കൂടെ മഹത്വപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാനായിട്ട് തന്നെ. ആമേൻ.